എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടിലേക്കാണ്. രാമക്കൽമേട് എന്ന് പറഞ്ഞാൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ രാമക്കൽമേട് തമിഴ്നാട്ടിനകത്ത് തന്നെയാണ്. അവരുടെ അതിർത്തിയുണ്ട്, അതിർത്തിക്ക് നമ്മുടെ കേരളത്തിന് അതിർത്തിയുണ്ട്, അതിർത്തിക്ക് തൊട്ടപ്പുറത്താണ് ഈ രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. അതപ്പോൾ നമുക്ക് അതിൻ്റെ ബോട്ട് മണ്ടയ്ക്ക് നിന്നും അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാം. ഫുള്ള് തമിഴ്നാട് മൊത്തം നല്ല വിശാലമായിട്ട് നമുക്ക് കാണാം. തമിഴ്നാട്ടിലെ കമ്പം, തേനി ആ സ്ഥലങ്ങൾ മൊത്തം കാണാം. തമിഴ്നാട്ടിലെ കാറ്റാടി പാടങ്ങൾ ഫുള്ള് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓഫ് റോഡ് ട്രക്കിങ് അതിൻ്റെ ഭാഗമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ജീപ്പിന് 1800 രൂപയാണ് വരുന്നത്, ഒരു ജീപ്പിന്. അതിനകത്തൊരു 6-7 പേർക്ക് കയറാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രായമായവർ, ഗർഭിണികൾ, കൊച്ചു കുട്ടികൾ അവരെ കൊണ്ടൊക്കെ പോകാതിരിക്കുന്നതാണ് നല്ലത്. പോയി കഴിഞ്ഞാൽ മേളിൽ ചെല്ലുമ്പോൾ ഒന്നും കിട്ടത്തില്ല. സ്റ്റിക്കറായിട്ട് തിരിച്ച് നമുക്ക് ആംബുലൻസും വിളിച്ചുകൊണ്ട് ഇറങ്ങി വരേണ്ടി വരും. ആ രീതിയിലാണ് റോഡൊക്കെ ഉള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ മാത്രം അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമതൊരു കാര്യം പറയേണ്ടത്, നമ്മൾ മാനം പോകാതിരിക്കാൻ വേണ്ടി ആണുങ്ങൾ കൈലി, മുണ്ട് തുടങ്ങിയ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കണം. ഒന്നെങ്കിൽ നല്ല ബെർമൂഡയോ അല്ലെങ്കിൽ പാൻസ് അതുപോലെ സാധനങ്ങൾ ഇടുക. സ്ത്രീകൾ പ്രത്യേകിച്ച് സാരി ഉടുക്കരുത്, പാവാട ഇടരുത്. അങ്ങനെ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പകരം ജീൻസ്, ചുരിദാർ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ട് വേണം പോകാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മുടെ മാനം പോവും, ഉറപ്പായിട്ടും പോവും. എൻ്റെ കൈലിയൊക്കെ ഞാൻ കൈലി കൊടുത്തോണ്ടാണ് പോയത്. എനിക്കറിയത്തില്ലായിരുന്നു. കയ്യിലൊക്കെ കൊടി പറക്കുന്ന പോലെ പറന്ന് കിടക്കുമായിരുന്നു. പിന്നെ അകത്ത് ഞാൻ വലിയൊരു പെരുമുട ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാനം പോകാതെ രക്ഷപ്പെട്ടു. അപ്പം അത് എല്ലാവരും ഓർമ്മ വെച്ചുകൊണ്ട് വേണം മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി. അത്യാവശ്യം നല്ല ട്രക്കിംഗ് ആണ്. എനിക്ക് തോന്നുന്നൊരു അരമണിക്കൂർ അടുത്ത് നമുക്ക് ഓഫ് റോഡ് ട്രാവലിംഗ് ഉണ്ട് അങ്ങ് മുകളിൽ വരെ. അപ്പോൾ ശരിക്കും നമ്മൾ പോകുന്ന രാമക്കൽമേട്ടിലോട്ടല്ല, അതിന് തൊട്ട് ഇപ്പുറത്ത് ആമപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആമപ്പാറ അങ്ങോട്ടാണ് ഇപ്പോൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അക്കരെ മലയാണ് രാമക്കൽമേട് എന്ന് പറയുന്നത്. അപ്പോൾ രാമൻ്റെ കാൽപാദം പതിഞ്ഞു എന്നാണ് അതിൻ്റെ ഐതിഹ്യം പറയുന്നത്. രാമൻ നമ്മുടെ സീത തട്ടിക്കൊണ്ട് പോയപ്പോൾ ലങ്കയ്ക്ക് പോകുന്ന വഴിക്ക് ഇവിടെ വന്ന് വിശ്രമിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് നമുക്കെന്ന് പറഞ്ഞുകൂടാ അന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്കരക്കരയിലാണ് ശരിക്കും പറയാൻ നമ്മളിന്ന് പോകുന്നത്. അപ്പുറത്തോട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ താഴെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നടക്കാനുണ്ട്. കുറവൻ കുറത്തി മലയുണ്ട് താഴെ. അവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നമുക്ക് നടന്നു വേണം രാമക്കൽമേടോട്ട് പോകാൻ. ഇതാകുമ്പോൾ നടക്കണ്ടല്ലോ, അങ്ങ് മണ്ട വരെ പോകാമല്ലോ എന്നോർത്താണ് ഞങ്ങളിപ്പോൾ ജീപ്പിന് കയറി വന്നത്. ഇതൊരു 1.5 വരവായപ്പോൾ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചത്ത് ജീവിച്ചാണ് പോകുന്നത്. അതിൻ്റെ അകത്തിരുന്ന് പുറകെ ഇരുന്ന് വൈഫും അമ്മയൊക്കെ മുടിയാട്ടമായിരുന്നു. മുടിയാണോ ആടുന്നത്, വയറാണോ ആടുന്നത് ഒന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ ഫ്രണ്ടിലായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ആട്ടം കുറവുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലിരുന്നു. പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ മാക്സിമം പുറകിൽ ഇരുത്താതെ ഫ്രണ്ടിലോട്ട് കയറ്റിയിരുത്തണം, ഇല്ലെങ്കിൽ പിള്ളേരൊക്കെ തെറിച്ച് താഴെ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ചെല്ലുന്ന ഒരു ആമപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ആമപ്പാറ നമ്മൾ കയറുന്നില്ല. അവിടെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ പോയിട്ട് ആദ്യം കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ആമപ്പാറ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് ആമപ്പാറ. അപ്പോൾ പ്രകൃതിയുടെ ഒരു സുന്ദരമായൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഇവിടെ വന്നൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാണാനാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത്? വല്ലപ്പോഴൊക്കെ പോകണമെന്ന്, വല്ലപ്പോഴൊക്കെ കുട്ടികളെയും കൂട്ടി അല്ലെങ്കിൽ നമ്മളൊന്ന് കറങ്ങാൻ പോവുകയൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ വശം. ഇത് ഈ ആമപ്പാറ എന്നുള്ള സ്ഥലമായി. ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കാണാം ഏകദേശം തമിഴ്നാടിൻ്റെ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ, തമിഴ്നാട്ടിലെ സ്ഥലങ്ങളൊക്കെ കാണാം. ഇതിന് താഴ്വശത്താണ് തമിഴ്നാട് ഫുള്ള് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അവിടുന്ന് പിന്നെ നമ്മൾ പോവാണ്. അവിടുന്ന് നമ്മൾ പിന്നെയും പോയി ആ വ്യൂ പോയിൻ്റ് വരെ നമ്മൾ പോകുന്നുണ്ട്. ആ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1.5 പോയിൻ്റാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ 4 സൈഡിൽ നിന്നും ഒരുപോലെ കാറ്റടിക്കും. പിടിച്ചു നിന്നില്ലെങ്കിൽ നമ്മളെ അടിച്ച് താഴത്തെ തമിഴ്നാട്ടിൽ കളയും. ഇപ്പോൾ യോഗം ഉണ്ടെങ്കിൽ തിരിച്ചു വരാം, വെള്ളമൊക്കെ അടിച്ചിട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താഴേന്ന് നമുക്ക് അവിടുന്ന് അസ്ഥി കൂടെ എടുത്തുകൊണ്ട് വരേണ്ടി വരും. രാമക്കൽമേട് കാണാൻ പോയിട്ട് തിരിച്ച് നമ്മൾ അസ്ഥി എടുത്തുകൊണ്ട് വരേണ്ടി വരും. ആ കാണുന്ന മലയുടെ മണ്ടയാണ് നമ്മൾ കയറാൻ പോകുന്നത്, ആ വ്യൂ പോയിൻ്റ്. ഇവിടെ നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നടന്നാണ് പോകുന്നത്. പിന്നെ ഇറക്കമാണ്, അതുകൊണ്ട് നമുക്ക് ന്യൂട്രടിച്ച് പോകാം. വലിയ വിഷമോ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല ഇവിടെ നമ്മൾ ന്യൂട്രടിച്ച് പോയി കഴിഞ്ഞാൽ. പിന്നെ മുൻപൊക്കെ ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു, പറഞ്ഞ് നാരങ്ങാവെള്ളമൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പം കടകളൊന്നും കാണുന്നില്ല. മഴയൊക്കെ ആയതുകൊണ്ട് കടകൾ ഫുള്ള് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് തമിഴ്നാട്. താഴെ കാണുന്ന മൊത്തം തമിഴ്നാട്ടിലെ പാടങ്ങളൊക്കെയാണ്. കമ്പം, തേനി. അതാണ് രാമക്കൽമേട്. ആ കാണുന്നതാണ് രാമക്കൽമേട്. ഈ കാണുന്നതല്ല, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഫസ്റ്റ് കാണിച്ചാണ്. ആ കാണുന്ന മലയാണ് രാമക്കൽമേട്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ ഇതിലെ പോകാൻ വഴിയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത് നമ്മുടെ ഗുണ കേവിലെ കുഴിയുണ്ടല്ലോ, ആ സംഭവമാണിത്. ഇതിനിടയ്ക്കൂടെയൊക്കെ താഴെ പോയി കഴിഞ്ഞാണല്ലോ പൊടി പോലും കിട്ടത്തില്ല. 3500 അടി ഹൈറ്റാണ് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങ് മുകളിൽ വരെ. ഇത് നമ്മുടെ പൈലറ്റാണ്. പൈലറ്റ് വന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്. രാമൻ അവിടെയാണ് നിന്നത്, താഴെ തമിഴ്നാടാണ്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ കട്ടപ്പനക്കാരനല്ല, നെടുങ്കണ്ടംകാരനാണെന്നുള്ള കാര്യം പൈലറ്റിന് അറിയത്തില്ലായിരുന്നു. അതറിയാതെ പുള്ളി എനിക്കിതെല്ലാം പറഞ്ഞത്. ഞാൻ പിന്നെ പറയാൻ പോയില്ല. ഞാനതൊന്നും എല്ലാം സമ്മതിച്ച് നമ്മൾ മൂളിൽ കയറ്റി കൊടുത്തു. കാരണം ഒരാളെ വിഷമിപ്പിക്കണ്ടല്ലോ, കളിയാക്കണ്ടല്ലോ എന്നോർത്ത്. പിന്നെ പുള്ളി എല്ലാം പറഞ്ഞു. ആ താഴെ കാണുന്നത് പിന്നെ ഞങ്ങളെല്ലാം കൂടെ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. രാമക്കൽമേട്, ആ കാണുന്നതാണ് രാമക്കൽമേട് എന്ന് പറയുന്നത് സ്ഥലം.
താഴെ ഫുള്ള് തമിഴ്നാടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്ഥലവും ഇത് രാമക്കൽമേടും ഇപ്പുറത്ത് ഇരിക്കുന്ന ഈ ആമപ്പാറയ്ക്ക് ഇപ്പുറത്തെ ഈ വ്യൂ പോയിൻറ്റും രണ്ടും തമിഴ്നാട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ആമപ്പാറ വന്നിട്ടുണ്ട്. ഇതാണ് ആമപ്പാറ എന്ന് പറയുന്നത്. 2 പാറകളാണ്. അപ്പോൾ അതിൻ്റെ ഇടവഴി വേണം നമ്മൾ അപ്പുറത്ത് കിടക്കാൻ. ഭയങ്കര കാറ്റാണ്. പക്ഷേ നമ്മൾ ഈ പാറക്കിടയിൽ കയറുമ്പോൾ കാറ്റ് പോലും ഒന്നുമില്ല. ഈ പാറയെങ്ങാനും ഒന്ന് ചെരിഞ്ഞിരുന്നെങ്കിൽ എല്ലാം കൂടെ പപ്പടം പരുവായനെ എന്നൊക്കെയാണ് ഇതിനെ പുറകെ കൂടെ പോയപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യം. പാറയ്ക്ക് പുറകെ കൂടെ പോയപ്പോഴാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്കൂടെ കിടന്ന് പെണ്ണുമ്പിളയൊക്കെ അപ്പുറത്ത് കിടന്ന് ഞാൻ രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇതാണ് ആമപ്പാറ. ഇതിൻ്റെ ഷേപ്പ് വെച്ചിട്ട് ആമപ്പാറ എന്ന് പറയുന്നത്. എനിക്ക് പക്ഷേ അത് ആമയുടെ ഷേപ്പാണെന്ന് എനിക്ക് തോന്നിയില്ല. താഴെ കാണുന്ന സ്ഥലമാണ് തൂക്കുപാലം. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് രാമക്കൽമേലോട്ട് നമ്മൾ വന്നേക്കുന്നത്. തൂക്കുപാലത്തിൽ നിന്ന് നിൽക്കുന്ന ഒരു 1.5-2 കിലോമീറ്റർ മൊത്തത്തിലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഫുള്ള് വ്യൂ കാണാൻ വേണ്ടി അവിടെ വലിയൊരു കമ്പി കൊണ്ട് പണിത് വെച്ചേക്കുന്ന സംഭവമാണ്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ഫുള്ള് കാണാം. കാറ്റടിച്ചതെല്ലാം പറിച്ച് കളയുന്ന ഒരു ഫീലിങ്സാണ് അതിന് മണ്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ കേട്ടോ. എല്ലാം തൂണടക്കം നമ്മൾ പറഞ്ഞു പോകുന്നത്. അത്രയും വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം പല്ലാടുന്ന പോലെയാണ് അവിടെ കാറ്റടിക്കുമ്പോൾ നാടുന്നത്. പിന്നെ ഒരു വിധത്തിൽ എല്ലാത്തിനും വലിച്ച് ഞാൻ താഴെ ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി പോവാണ്. എൻ്റെ കൊച്ചു പിള്ളേരൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ മണ്ടക്കോട്ട് പോകാൻ വേണ്ടിയാണ്. കൊച്ചു പിള്ളേരൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ആ വ്യൂ പോയിൻറ്റിൽ പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കുക. അതൊക്കെ വളരെ നല്ല കാര്യമായിരിക്കും. കാരണം ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കുഴി കിടക്കും. 10,500 രൂപ താഴ്ചയുണ്ട്. അവിടെ വരെ ഒന്നും പോകത്തില്ല. പിന്നെ ഒത്തിരി ആത്മഹത്യയൊക്കെ നടക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ കുറവൻകുറുത്തി മലയിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പലിൻ്റെ രൂപമാണ്. തൊട്ട് മുമ്പിലാണ് നമ്മുടെ കുറവൻകുറുത്തിയുടെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടികളെ കൊണ്ടുവന്നാൽ നമ്മൾ ഇവിടം വരെ വന്നിട്ട് നമുക്ക് ഈ ഭാഗമൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്, മുകളിലേക്ക് പോയില്ലേലും. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻ രാമക്കൽമേടിനെ കുറിച്ച് ഉള്ളത് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. തുടർന്നുള്ള വീഡിയോകളും കാണണം. അപ്പോൾ ഞങ്ങൾ ഇവിടം കൊണ്ട് യാത്ര തിരിച്ച് നമ്മളിനിയും പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.